ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ സപ്തദിന പ്രഭാഷണങ്ങൾ, പഞ്ചദിന പ്രഭാഷണങ്ങൾ, പിന്നെയും ഓരോ മുനാസബാത്തുകളിലുമുള്ള അറിവിന്റെ നിറവറകൾ തുറന്നു തരുന്ന വിജ്ഞാന സദസ്സുകൾ, അത് ഈ നാട്ടുകാർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കൊണ്ട് ബഗ്ദാദുകാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഹസനുൽ ബസരി തങ്ങളെ കൊണ്ട് ബസറക്കാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. പേരോട് ഉസ്താദിനെ കൊണ്ട് കുറ്റ്യാടിക്കാർക്ക്, നാദാപുരത്തുകാർക്ക് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ വേറെ എവിടെയാണ് അങ്ങനെ ഒരു പണ്ഡിതൻ നിരന്തരമായി പൊതുജനങ്ങൾക്ക് നസീഹത്ത് നൽകുന്നത്? റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ അറിയണം. അല്ലാഹു ആദരണീയനായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ അറിവിന്റെ പ്രസാദം അനുഭവിക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. കേരളത്തിൽ വേറെവിടെയാണ് ഭൗതികമായ ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ ഒരു ആലിം പഠിച്ചതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉസ്താദ് അവர்கள் സ്വന്തം കർമ്മഭൂമിയിലും ജന്മനാട്ടിലും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ സത്യ പോലെ ഒരു മാതൃക നമുക്ക് പറയാനുള്ളത് ബഗ്ദാദിന്റെ പട്ടണത്തിൽ നിന്നാണ്, അതുപോലെ ബസറയിൽ നിന്നാണ്, അതുപോലെ ഖതീബുൽ ബഗ്ദാദിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്, അതുപോലെ പിന്നീട് നമുക്ക് കുറച്ച് വായിക്കാനുള്ളത് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അങ്ങനെ മുൻകാല ഇമാമുകളിൽ എണ്ണപ്പെട്ടവരിൽ നിന്ന് അന്ന് അതാതു കാലക്കാർക്ക് കിട്ടിയതുപോലെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ കിട്ടുന്ന അനുസ്യൂതമായി സത്യ നിങ്ങളെ മുടക്കിക്കളയല്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥതയുടെ ഒരൊറ്റ ആയുധം കൊണ്ട് അറിവിന്റെ വലിയൊരു ചക്രവാളം ഒരുക്കി ഈ പരിസരങ്ങളെ മുഴുവനും പ്രഭാവിതമാക്കിയപ്പോ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രധാന ക്യാമ്പസായിട്ടുള്ള ദഅവയും ഹിഫ്ളും സ്കൂളും എല്ലാമുള്ള മെയിൻ ക്യാമ്പസിൽ കേരളത്തിലെ മുഴുവൻ മതപാഠശാലകളിൽ നിന്നും വ്യത്യസ്ത സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500-ൽ പരം നാളത്തെ നായകന്മാരാകേണ്ട പണ്ഡിതന്മാർ സെൻസോറിയം എന്ന പേരിൽ അവരുടെ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം മുമ്പാണ് റഈസുൽ ഉലമാ ഉസ്താദ് അവർക്ക് ഉപദേശിച്ചു പോയത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എന്ന ചെറിയ AP ഉസ്താദ്, അല്ലാഹു അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആ മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നാളെയും മറ്റന്നാളും കേരളത്തിലെ ഉന്നത ശീർഷ്യന്മാരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ കേരളത്തിൽ മുഴുവനുമുള്ള മതപാഠശാലകളിലെ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിശനാശാലികളായ മക്കൾക്ക് അധ്യാപനവും ആതിഥ്യവും നൽകാൻ കഴിഞ്ഞത് ഈ മഹനീയമായ സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണ്. അല്ലാഹു എല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കട്ടെ.